ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ സരസ്വത്യേ നമ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ കർക്കിടക വാവു ബലിയെ പറ്റിയിട്ട് പറയാം. എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും, എന്നാലും ഞാൻ ഒന്നും കൂടി പറയാം. അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊരു ഉപയോഗമാവുമല്ലോ അത്. കർക്കിടക മാസം എന്ന് പറയണത് ജൂലൈ പകുതി മുതൽ ഓഗസ്റ്റ് പകുതി വരെയുള്ള സമയമാണ്. കർക്കിടക മാസം പുണ്യമാസമാണ്, നമ്മൾ രാമായണം വായിക്കുന്ന മാസമാണ്. ഈ മാസത്തിൽ വരുന്ന, അതായത് കർക്കിടക മാസത്തിൽ വരുന്ന ആദ്യത്തെ കറുത്ത വാവാണ് ഈ കർക്കിടക വാവ് ബലി എന്ന് പറയുന്നത്. ദക്ഷിണായന കാലം തുടങ്ങുമ്പോൾ അതിലാദ്യം വരുന്ന കറുത്ത വാവാണ് ഈ കർക്കിടക വാവ് എന്ന രീതിയിൽ ആചരിക്കുന്നത്. പിതൃക്കൾക്ക് വലിയ പ്രാധാന്യമുള്ള ദിവസമാണത്. പിതൃക്കളെന്ന് പറഞ്ഞ് മരിച്ചുപോയ നമ്മുടെ പൂർവികര്, അവർക്ക് നമ്മുടെ ഒരു വർഷം അവർക്കൊരു ദിവസമാണ്. അപ്പോൾ എല്ലാ വർഷവും ഈ വാവ് ബലി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാ ദിവസവും ആഹാരം കിട്ടിയത് മാതിരിയായി. അവർക്ക് ആത്മശാന്തിക്ക് വേണ്ടിയിട്ടാണ് ഈ വാവ് ബലി ചെയ്യുന്നത്. ഒരു വ്യക്തി ജീവിച്ച് മരിച്ചു പോകുന്ന സമയത്ത് എന്തൊക്കെ ആഗ്രഹങ്ങളാണ് ബാക്കി വെച്ച് പോകുന്നത്, എന്തൊക്കെ മാനസിക അവസ്ഥകളിലാണ് മരിച്ചു പോകുന്നത് എന്ന് പറയാൻ പറ്റില്ലല്ലോ. ആ കാര്യങ്ങളൊന്നും ആരും തിരിച്ചു വന്ന് നമ്മുടെ അടുത്ത് പറയില്ല. അപ്പം നമ്മൾ നമ്മുടെ പൂർവികർ ചെയ്തിട്ടുണ്ടായിരുന്ന ഈ തരത്തിലുള്ള ആചാരങ്ങൾ തുടർന്നുകൊണ്ട് പോവുകയാണ്. അങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നത് കൊണ്ട് നമ്മൾ അവരെ ഒന്നും മറന്നിട്ടില്ല എന്നുള്ളൊരു വിചാരം നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമുക്കും ഒരു സംതൃപ്തിയുണ്ട്. അതുപോലെ ആത്മാക്കൾക്ക് ശാന്തി കിട്ടുന്നുണ്ട് എന്ന് വിചാരിക്കുമ്പോൾ ഒരു സമാധാനവും നമുക്കുണ്ട്. എന്താണ് ഈ ദക്ഷിണായനം എന്ന് പറയണത്? സൂര്യൻ വടക്കോട്ട്, അതായത് നോർത്തിലേക്ക് സഞ്ചരിക്കുക, അതിനെ ഉത്തരായനം എന്ന് പറയും. സൂര്യൻ തെക്കോട്ടുള്ള സഞ്ചാരത്തിനെ ദക്ഷിണായനം എന്ന് പറയും. ദക്ഷിണായനം ഒരു പുണ്യകാലമായിട്ടാണ് കരുതപ്പെടുന്നത്. കർക്കിടക മാസത്തോട് കൂടിയിട്ടാണ് ഈ ദക്ഷിണായന കാലം തുടങ്ങുന്നത്. പരേതാത്മാക്കളെ പ്രീതിപ്പെടുത്താനുള്ള ഒരു പുണ്യകാലമായിട്ടാണ് ഈ ദക്ഷിണായന കാലം കണക്കാക്കപ്പെടുന്നത്. ഈ വർഷം, അതായത് 25, ഇന്നിപ്പോൾ 23-ാം തീയതിയാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് 23-ാം തീയതിയാണ്. 22-ാം തീയതി ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് ഈ രാമായണം പാരായണം ഒക്കെ ഉണ്ടല്ലോ, അത് കാരണം ഒത്തിരി വൈകിപ്പോയത്. അപ്പോൾ ഈ വർഷം ഇപ്പോൾ 23-ാം തീയതി രാത്രിക്ക് തന്നെ തുടങ്ങുന്നുണ്ട് കർക്കിടക വാവ്. അപ്പോൾ ഓരോ സ്ഥലത്തും അതിനൊക്കെ നേരത്തെ തന്നെ ഷീട്ടാക്കിയിട്ട്, അതായത് പൈസ കിട്ടിയിട്ട് എത്ര ആൾക്കാരാണ് വരണതെന്നുള്ളത് അവർക്ക് അറിയണമല്ലോ. ഇതൊക്കെ ചെയ്തു തരാനുള്ള ആളുകളുണ്ടല്ലോ. വാവ് ബലി ഇടുന്നവർ എന്താണ് ചെയ്യുന്നത്? തലേ ദിവസം ഒരു വ്രതം ഇരിക്കലുണ്ട്. അന്ന് ബ്രഹ്മചര്യം പാലിക്കണം, ഒരു നേരം ആഹാരം കഴിക്കുക, വളരെ ആത്മശുദ്ധിയോട് കൂടിയിട്ട് ഇരിക്കുക, പിതൃക്കളെ പ്രാർത്ഥിക്കുക. അവരുടെ അനുഗ്രഹാശിസ്സുകൾ കൊണ്ടാണല്ലോ നമ്മളൊക്കെ നന്നായിരിക്കുന്നത്. അതിനുവേണ്ടി അങ്ങനെ ഇരുന്നിട്ടാണ് പിറ്റേ ദിവസം പോയിട്ട് ബലിതർപ്പണം ചെയ്യുന്നത്. ഇവന് അവിടെയൊക്കെ പോയിട്ട് ചെയ്യാൻ പറ്റാത്തവരോ വീട്ടിൽ തന്നെ ചെയ്യാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അതിന് ചെറുളയും, ചെറുള എന്ന് പറയുന്ന ചെടി നിങ്ങൾക്ക് അറിയുന്ന ഞാൻ വിചാരിക്കണത്, ഒരു വെളുത്ത പൂവായിട്ട് ഒരു ചെറിയൊരു ഹെർബാണത്, ഒരു ചെറിയ സസ്യമാണ്. തുളസി, പിന്നെ പച്ചരി, അതായത് ഉണക്കലരി എന്ന് പറയില്ലേ അത്, എള്ള്, ജലം, ചന്ദനം, പഴം, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് വീട്ടിൽ നമുക്കറിയുന്ന രീതിയിൽ നമ്മുടെ ആത്മശുദ്ധിയും അവരെ ഓർക്കുന്നതും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും, ആ ആത്മാക്കൾക്ക് മോക്ഷം കിട്ടണമല്ലോ, ആ മോക്ഷത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. പലരും കുളിക്കുമ്പോൾ തന്നെ ശരീരം ഒന്ന് വെള്ളം പാർന്നിട്ട്, ശരീരത്തിലും വെള്ളം പാർന്നിട്ട് തലയിലും വെള്ളം പാർന്നതിന് ശേഷം പിതൃക്കൾക്ക് എന്ന് പറഞ്ഞിട്ട് ധ്യാനിച്ചുകൊണ്ട് അവരെ ആവാഹിക്കുന്നത് പോലെ മനസ്സിൽ വിചാരിച്ചിട്ട് ജലം അർപ്പിക്കും. അതും ഒരു നല്ല പരിപാടിയാണ്. കാരണം അവരെ മറക്കാതിരിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ആ ആത്മാക്കൾക്ക് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലും ഒരു മേന്മയുണ്ടാവുക. ജീവിതത്തിൽ മേന്മയുണ്ടാവുക എന്ന് പറഞ്ഞാൽ സാമ്പത്തികം മാത്രമല്ല, മനസ്സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിഞ്ഞാൽ തന്നെ വലിയ മേന്മയായി അത്.
ഭഗവത് കൃപ എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ട് ഈ കാര്യം ചെയ്യാം. ഈ കർക്കിടക വാവിനെ പിതൃദിനം എന്ന് പറയാറുണ്ട്. അങ്ങനെ പറയാൻ എന്താ കാരണം എന്ന് വെച്ചാൽ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു ദിവസമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിൽ കുറേ ആളുകളൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവുമല്ലോ. ആ മരിച്ചുപോയ ആളുകളുടെ മരിച്ച ദിവസങ്ങൾ ഓരോന്നും നാളും പക്കവും ഒക്കെ നോക്കി ഓർത്ത് വെച്ച് ചെയ്യാനൊക്കെ ഇന്നത്തെ കാലത്ത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ കർക്കിടക വാവിന് അവർ മരിച്ച ദിവസം നോക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും വേണ്ടിയിട്ട് പൊതുവായിട്ട് കർക്കിടക വാവ് ദിവസം ബലി അർപ്പിക്കാം. എല്ലാവരെയും കൂടി ഒരുമിച്ച് ആവാഹിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാം. അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട്. ചില പ്രത്യേക ക്ഷേത്രങ്ങളിൽ സ്നാനഘട്ടം എന്ന് പറയും, അവിടെയൊക്കെ ഇത് വളരെ വിപുലമായിട്ട് ചെയ്തു കൊടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഷീട്ടാക്കിയിട്ട് അവർക്ക് അറിയണം എത്ര ആൾ വരുന്നുണ്ട് എന്നുള്ളത്. അതല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഇന്ന് ഈ വർഷം രാത്രി മുതൽ തുടങ്ങുന്നുണ്ടെന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ ആൾക്കാർ പോണതിൻ്റെ അനുസരിച്ചിട്ട് അവിടെ തന്നെ ഷീട്ടാക്കിയിട്ട് പക്ഷേ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അല്ലാണ്ട് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ പ്രശസ്തമായ സ്നാനഘട്ടങ്ങൾ പറഞ്ഞുവല്ലോ. ആ സ്നാനഘട്ടങ്ങളിൽ ചിലതാണ് ആലുവയിൽ മഹാശിവരാത്രി മലപ്പുറത്ത് തിരുനാവായ നാവാമുകുന്ന ക്ഷേത്രം, പെരുമ്പാവൂരിൽ ചേലാമറ്റം എന്ന് പറഞ്ഞിട്ടൊരു അമ്പലമുണ്ട്. ഇപ്പോൾ പാലക്കാട് ഇപ്പോൾ കൽപ്പാത്തിയും അതുമാതിരി കാശിയായിട്ട് ബന്ധപ്പെട്ട ദക്ഷിണ കാശി എന്ന് പറയാറുണ്ട്. അവിടെയും ഇതുപോലെ ആ പുഴയുടെ വശങ്ങളൊക്കെ അപ്പോൾ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. അവിടെയും ഈ കർമ്മങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനുള്ള ആളുകളുണ്ട്. പിതൃക്കളെ പ്രീതിപ്പെടുത്തുന്ന തൃപ്തിപ്പെടുത്തുന്ന ഒരു വലിയ ചടങ്ങാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഗവൺമെൻറ് അതിനൊരു ഹാഫ് ഡേ ലീവും കൊടുക്കാറുണ്ട് എല്ലാവർക്കും പോയി ചെയ്യാൻ വേണ്ടിയിട്ട്. നേരങ്ങളൊക്കെ ആവും അവിടെ പോയിട്ട് അത് ചെയ്ത് വരാം. എല്ലാവർക്കും പിതൃക്കളുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.